സിബിൻ സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അംബ്രല്ല കട്ടിങ് കവർ ബോഡി പാർട്ട് കട്ടിങ് വന്നിട്ടുള്ള കട്ടിങ് എന്ന് പറയുമ്പോൾ ഓവർലാപ്പ് എന്നാണ് അതിൽ പറയുക. അതായത് ഫ്രണ്ട് ഇങ്ങനെ പോവും, ഇങ്ങനെ വന്നിട്ടൊരു ഇങ്ങനെ പോയിട്ട് വി കഴുത്തും വരും, ഇങ്ങനെ ഒരു വി ഇങ്ങനെ പോവും, ഓവർലാപ്പ്. അതിൻ്റെ ഫ്രണ്ട് ആണ് നമ്മളിപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. കട്ടിങ് എല്ലാവരും ശ്രദ്ധിക്കുക. ഓവർലാപ്പ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് എന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിന് നമുക്കൊരു 1/2 മീറ്റർ എക്സ്ട്രാ തുണി വരും, കാരണം ബോഡി പാർട്ട് ഫ്രണ്ട് 2 എണ്ണം കട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ തൽക്കാലം കട്ടിങ് ചെയ്യാൻ പോകുന്ന ഇതിനൊരു 15 ഇഞ്ച് യോക്കിൽ അത്യാവശ്യം കുറച്ച് ഹൈറ്റുള്ള ഒരു 55 ഇഞ്ച് ലെങ്ത്തിലാണ് ചെയ്യാൻ പോകുന്നത്. 55 ഇഞ്ച് ലെങ്ത്തിന് വേണ്ട ബോഡി പാർട്ട് 15 ഇഞ്ച് യോക്ക് എന്ന് പറയുന്ന സംഭവം. 15 1 ഇഞ്ച് തുന്നത്തുമ്പും കൂട്ടിയിട്ട് 16 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഒരു 16 ഇഞ്ച് റിഗാൾ വരും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കട്ടിങ്ങിൽ റിഗാൾ എടുക്കേണ്ടത്. എങ്ങനെ പറഞ്ഞുതരാം. 15 ഇഞ്ചിന് നേരം 14 ഇഞ്ചിലാണ് കട്ട് ചെയ്യേണ്ടത്. നേരെ താഴോട്ട് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. നേരെ അളവിന് വേണ്ടിയിട്ടൊരു വര വരച്ചു കൊടുക്കുക. ഇത് ബോഡി എന്ന് പറയുന്നത് ഒരു 34 ഇഞ്ച് ചെസ്റ്റ് വരും. 34 കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ 38, 19 ഇഞ്ച് ബോഡി. അതിൻ്റെ പകുതി 9.5 മാർക്ക് ചെയ്തു. ഒരു 29 ഇഞ്ച് ഷേപ്പ്. 3 ഇഞ്ച് കൂട്ടുമ്പോൾ 32, 16, 32ൻ്റെ പാതി 16, 16ൻ്റെ പാതി എന്ന് പറയുന്നത് 8 ഇഞ്ച്. വൺ സൈഡ് വരുന്നത് 16, അതിൻ്റെ പാതിക്ക് നമ്മൾ ഡബിൾ ഇട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പാതി എടുക്കുക. ഷോൾഡർ ഒരു 13ൻ്റെ പാതി 6.5, 1 ഇഞ്ച് തുന്നത്തുമ്പോട്ടിട്ട് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇതിന് വീനക്ക് തന്നെയാണ് ഇതിന് വരിക. വീനക്ക് ഒരു 3.5 ഇഞ്ച് കുറച്ച് വൈഡ് വരും. ഒരു 6.5 ഇഞ്ച് കഴുത്തും വരും. അതിനെ നേരെ വി മാർക്ക് ചെയ്തെടുക്കുക. ബോഡി പാർട്ടിന് നമ്മൾ ഷേപ്പ് ചെസ്റ്റിൻ്റെ അവിടുന്ന് ഷേപ്പിലോട്ട് ഷേപ്പായിട്ട് വരച്ചു കൊടുക്കുക. റിഗാർഡ് ഷേപ്പായിട്ട് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് പിന്നെ ബോഡി ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കുക. തുമ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. 1.5 ഇഞ്ച് തുമ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂടിയാലും നിങ്ങൾക്ക് ഗൗൺ ഉപയോഗിക്കാം. തുമ്പ് ഉള്ളതുകൊണ്ട് വണ്ണം കൂട്ടാൻ സുഖമായിരിക്കും. ഇനി നേരെ തിരിച്ചിടുക. ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുക. റിഗാളിൻ്റെ ഭാഗം ഷോളറിൻ്റെ അവിടുന്ന് ഷോളർ ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് സൈഡിലോട്ട് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഷോളറിൻ്റെ അവിടെ പൊങ്ങി നിൽക്കാതിരിക്കാൻ. ഇവിടെ നമുക്ക് അളവ് അടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇവിടെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. തായും ഇട്ട് കൊടുക്കുക. കഴുത്തിൻ്റെ വൈഡിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് കഴുത്ത് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഇവിടെ ഞാനൊരു 3.5 ഇഞ്ച് എടുക്കാൻ പോവാണ്. 3.5 ഇഞ്ചിൽ കഴുത്തിനെ കട്ട് ചെയ്തെടുക്കുക. കഴുത്ത് ഏത് മോഡലിലും പല മോഡലിലും ചെയ്യാം. അപ്പോൾ ബോഡി കട്ടിങ് കഴിഞ്ഞിട്ടില്ല. ബോഡിൻ്റെ പകുതി കട്ടിങ് കഴിഞ്ഞു, പകുതി മുക്കാലും. അതിൻ്റെ ബാക്കിയാണ് ബാക്കിയുള്ള ഒരു അളവ് ജസ്റ്റ് കാണിച്ചിട്ടില്ല. ഇനി നമ്മൾ കൈ നമുക്ക് വേണ്ടത് എങ്ങനെയും ചെയ്യാം. അമ്പർല കൈ എടുക്കുക. പല രീതിയിലും കൈനെ കൊടുക്കുക. കട്ടിങ് പാതി മുട്ട് വരെ ഇവിടെ കട്ടിങ് കൊടുത്തിട്ട് ഇവിടുന്ന് ഫഫ് എന്ന് പറയും, അങ്ങനെ കൊടുക്കുക. മേലെ ഫഫായിട്ട് കൊടുക്കുക. അതൊക്കെ അവനവൻ്റെ മോഡലിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യുക. ഇനി അമ്പർല കട്ട് താഴോട്ടുള്ള ചെയ്യേണ്ടത് തുണിനെ നേരെ സെൻറ്റർ മടക്കി പിടിക്കുക. അമ്പർല കട്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല, കട്ട് ചെയ്യേണ്ട രീതി കാണിച്ചു തരാം. നേരെ സെൻറ്റർ മടക്കിയെടുക്കുക, കാരണം ഇത് തുണി കുറവാണ്. നേരെ സെൻറ്റർ മടക്കിയെടുക്കുക. അതിനെ ക്രോസ് ആക്കിയിട്ട് പിടിക്കുക, 4 ആക്കി മടക്കുക. അതിനെ ഒന്നും കൂടി ഓപ്പോസിറ്റിലും മടക്കിയെടുക്കുക. ഇനി നമ്മൾക്ക് അമ്പർല കട്ടിങ് കട്ട് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ബോഡിൻ്റെ ഫിറ്റ് ചെയ്യേണ്ട ഭാഗം അമ്പർല കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പ് വരുന്നത് 32, അതിന് 4 8, 8 16, 32. 8 ഇഞ്ച് 1/2 ഇഞ്ച് തുന്നത്തുമ്പും കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുക. ഇതിനിങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അമ്പർല കട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം കുറേ ആളുകൾക്ക് അറിയാം, കുറേ ആളുകൾക്ക് അറിയാത്തതുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അമ്പർല കട്ട് ചെയ്ത് കാണിച്ചു തരാം.
ഇങ്ങനെയാണ് അമ്പർല കട്ട് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇറക്കം വേണ്ടതിനനുസരിച്ച് നമ്മൾ 15 ഇഞ്ച് യോക്ക് എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് എത്ര ഇറക്കം വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. 55 മുട്ട് വരെ, മുട്ടിന് താഴെയായിട്ട് വരുന്നുണ്ട്. ആ ലെങ്ത്തിൽ 42, 45 എങ്ങനെ പോകും ലെങ്ത്ത് അതിനനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ തുണി കുറവായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രം അമ്പർല കട്ട് ചെയ്ത് കാണിച്ചു തരാം. അമ്പർല കട്ട് എങ്ങനെ ചെയ്യുന്നത്. അമ്പർല കട്ട് നോക്കുമ്പോൾ ലോങ് ലെങ്ത്ത് വരുന്ന അമ്പർലക്ക് ഇവിടെ സൈഡിന് ജോയിൻ്റ് ഒക്കെ വരും. അതിനൊക്കെ വേറെ പീസ് നമ്മൾ എക്സ്ട്രാ കണ്ടെത്തിയിട്ട് അതൊക്കെ ജോയിൻ്റ് കൊടുക്കണം. ഇതിങ്ങനെയാണ് അമ്പർല കട്ട് എന്ന് പറയുന്ന സാധനം. ഇതിന് ബോഡിമേ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ താഴോട്ടുള്ള അമ്പർല കട്ടിങ് കഴിഞ്ഞ് കൈ നിങ്ങൾക്ക് വേണ്ട മോഡലിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോഡി പാർട്ട് ഒരു പീസ് കൂടെ കിട്ടണം. കാരണം ഇതിൻ്റെ ബോഡി പാർട്ടാണ് നമ്മൾ മോഡൽ ഓവർലാപ്പ് എന്ന് പറയുന്ന സംഭവം. അതിനെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാൻ തുണിനെ രണ്ടാക്കിയിട്ട് മടക്കി പിടിക്കുക. ഡബിളായിട്ട് തുണി ഡബിൾ വേണം. ഡബിളാക്കിയിട്ട് തുണിയെ എടുക്കുക. തുണി എടുത്തിട്ട് ഇതിനെ നമ്മളെ ബോഡി പാർട്ട് ഫ്രണ്ട് ബാക്കിൽ ഒന്നും വരുന്നില്ല. ബോഡി പാർട്ടിനെ ഇങ്ങനെ വെക്കുക. ഇവിടെ നമ്മൾ റിഗാളിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ അടുത്തോട്ട്, അതായത് സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം നേരെ കട്ട് ചെയ്തെടുക്കാം. അതിന് കട്ട് ചെയ്തെടുത്തു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ വീനക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീനക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വീനക്കിൽ ഇങ്ങനെ ഇങ്ങനെ നേരെ ക്രോസ് താഴെ വരെ, അതായത് യോക്കിൻ്റെ ലെങ്ത് നമ്മൾ എടുത്തിരുന്നു 15. ആ 15 ഇഞ്ചിലോട്ട് ഇങ്ങനെ നേരെ വി ആയിട്ട് തന്നെ ഇങ്ങനെ വി ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടും കൂടെ കൂട്ടി കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഷോൾഡറിനെ ഫ്രണ്ടിനോടൊപ്പം കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മളെ ബോഡി പാർട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചത്. ഇത് നമുക്ക് മാർക്കിന് വേണ്ടി, അളവിന് വേണ്ടി മാത്രമാണ്. ഇത് വേണമെങ്കിൽ ഉള്ളിൽ ലൈനിങ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മളെ സംഭവം ഓവർലാപ്പ് എന്ന് പറയുന്ന സംഭവം. ഇതാണ് ഓവർലാപ്പിൻ്റെ ഫ്രണ്ട് പീസ് 2 എണ്ണമായിട്ടാണ് വരിക. ഇത് വെക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഞാൻ കാണിച്ചു തരാം. ബാക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരും. ഇതാണ് ഓവർലാപ്പ് എന്ന് പറയുന്ന സംഭവം. ഫ്രണ്ടേജ് ഇവിടുന്ന് വി കൈത്തായിട്ട് വരും. ഇവിടുന്ന് ഇങ്ങനെ ഓവർലാപ്പായിട്ട് വരും. ഏകദേശം ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ടേജ് ഓവർലാപ്പ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വെറൈറ്റി മോഡലുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.